ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെയൊക്കെയാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരുപാട് വില്ലകൾ ഇവിടെയുണ്ട്. പലതും അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഏറ്റവും മെജോറിറ്റി കാണുന്ന വീടുകൾ ആളുകൾ താമസമായതാണ്. ഫുള്ളായിട്ട് ഫിനിഷ് ആയി കിടക്കുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു, ബസ് റൂട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് ലുലു മാളിന്റെ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ 10 കിലോമീറ്റർ ആണ്. എയർപോർട്ടിൽ നമുക്ക് ഈസി ആയിട്ട് എത്താം. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 17 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എലിവേഷൻ കണ്ടു, വളരെ ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡോണ്ട് ഇടയ്ക്ക് ബോർഡർ ലൈനുകളായിട്ട് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ മതിലിന്റെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് വന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെയുള്ള നിരപ്പിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്നൊക്കെ കുറച്ച് ഹൈറ്റിലേക്കാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബാക്കിയുള്ള വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു റോഡും കൂടെ ഭംഗിയായിട്ട് ടൈലിട്ടിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നേരെ നമ്മൾ കയറി വരുന്നത് കാർപോർച്ചിന്റെ ഭാഗത്തേക്കൊക്കെയാണ്. ആ സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള സ്റ്റോണുകളാണ് വിരിച്ചിരിക്കുന്നത്. നേരെ കയറി വരുന്നത് കവേഡ് ആയിട്ടുള്ള കാർപോർച്ചിന്റെ അണ്ടറിലേക്കാണ്. പില്ലറുകൾക്ക് നോക്കിയാൽ കാണാം, നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ചെറിയൊരു ബോർഡർ വരുന്ന കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ കാർ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നമ്മുടെ കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ എല്ലാം തന്നെ നല്ല റെഡ് സോയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു കിണർ കൂടിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് പൈപ്പ് വെള്ളം കൂടിയാണ്. KWയുടെ വാട്ടറാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടു. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു വീട്ടിൽ നമ്മുടെ 2 കാറുകൾ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് 2 വീലേഴ്സിന് വേണ്ടിയിട്ട് വേറെ സ്പേസ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്പേസിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ കൂടെ നമുക്ക് ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയ ചെന്ന് അവിടെ എൻഡ് ചെയ്യാണ്. ആ ഭാഗത്തെല്ലാം തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഈ ഒരു ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീടിന്റെ കിണറിന്റെ ഭാഗത്തുള്ള ഈ ഒരു സ്ഥലമാണ്. കിണറിന്റെ സൈഡിലൂടെ വന്ന് നമ്മുടെ ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാവുന്ന കാർപോർച്ചിന്റെ സൈഡിലൂടെ നമുക്ക് നേരെ വീടിന്റെ ബാക്ക് സൈഡിലെത്താം. ആ വഴി ചെന്ന് എൻഡ് ചെയ്യുന്നതും വർക്ക് ഏരിയയിലേക്ക് തന്നെയാണ്. വീടിന്റെ 2 സൈഡിലൂടെയുള്ള വഴി ചെന്ന് എൻഡ് ചെയ്യുന്നതും വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് നോക്കിയാലും കാണാം, ബേബി മെറ്റൽ വിരിച്ചിട്ട് നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള വിഡ്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു ചെയർ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നേരെ മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും ഈ ഒരു വോൾ നോക്കിയാൽ നമുക്ക് കാണാം, 2 ചെറിയ ഭംഗിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ കാർപോർച്ചിന്റെ സൈഡിലൂടെ വരുന്ന ഭാഗങ്ങളിലും ചെറിയ രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ് വരുന്നുണ്ട്. വീടിന്റെ ദർശനം നോക്കുവാണെങ്കിൽ കിഴക്ക് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ നമുക്ക് 2 ആയിട്ട് തുറക്കാവുന്ന 2 പാളിയുടെ മെയിൻ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫ്രണ്ട് പോർഷനിലുള്ള ആ ഭാഗത്ത് കാണുന്ന വിൻഡോകൾ നോക്കുവാണെങ്കിൽ അതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് തീർത്തിരിക്കുന്നത്. നമുക്കിനി മെയിൻ ഡോർ തുറന്ന് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. മെയിൻ ഡോർ നമ്മൾ പറഞ്ഞ തേക്കിലാണെന്ന്. ബാക്കിയുള്ള ഇവിടുത്തെ അകത്തുള്ള റൂമുകളിലെ മരങ്ങള്, കട്ടിലകളൊക്കെ നോക്കുവാണെങ്കിൽ കട്ടിലെല്ലാം വന്നിട്ട് ആഞ്ഞിലിയിലും മെയിൻ ഫ്രെയിമുകളൊക്കെ വന്നിട്ട് മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ കേബിളുകളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും സ്വിച്ചസ് ഒക്കെ വന്നിട്ട് LIസിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ടൈലില് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും തന്നെ എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അകത്തൊക്കെ നോക്കുവാണെങ്കിൽ റൂഫിന്റെ അകത്തൊക്കെ ചെറിയ LED സ്ട്രിപ്പുകളും പുറത്ത് വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. TV വയ്ക്കാനുള്ള മെയിൻ പോർഷൻ വന്നിട്ട് PVC ലാമിനേഷൻ ചെയ്തിട്ടുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത്.
താഴെയൊക്കെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും കാണുന്ന ഷെൽഫുകൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസിന്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് വുഡൻ ഫ്രെയിം ആണ്. അകത്തൊക്കെ ഭംഗിയായിട്ട് സേഫ് ആയിട്ടുമാണ് ഹാൻഡ് റെയിൽസ് വന്നിട്ട് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ നേരെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാൻ ഈ ഏരിയ യൂസ് ചെയ്യാം. അതുകൂടാതെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ നിറയെ കബോർഡുകളായിട്ടാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ തിരിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ് ഇതാണ്. നമുക്ക് ഏകദേശം ഒരു 5-6 പേരെ ഇരുത്താവുന്ന നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ആണ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് സ്പേസിലേക്കുള്ള വെന്റിലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത് ഇവിടെ 2 വിൻഡോസ് കൊടുത്തുകൊണ്ടാണ്. അതിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയുടെ സൈഡൊക്കെ നോക്കിയാൽ കാണാം ആ ഒരു PVC ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ താഴെയൊക്കെ നോക്കിയാലും കാണാം ചെറിയൊരു കബോർഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ വെച്ചിട്ട് ഗ്രാനൈറ്റിന്റെ പീസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് നോക്കിക്കോളൂ, മൾട്ടിവുഡിൽ ഷെൽഫുകളായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലൊക്കെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിൽ ഏകദേശം ഒരു 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളറും ഒരു ചെറിയ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫും സൈഡും എല്ലാം നല്ല സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. 2 സൈഡിലും ഡോർ ഉണ്ട്. തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പോകാവുന്നത്. കിച്ചൺ കണ്ടിട്ട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുവാണ്. ഡൈനിങ്ങിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗങ്ങളൊക്കെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം മുകളിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 BHK വീടാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാവുന്ന ഒരു വീടാണ്. നമുക്ക് ഇതിനകത്ത് ഒരു ബെഡ്റൂം വന്നിട്ട് താഴെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുമ്പോൾ 3 വിൻഡോസ് ആ ഭാഗത്തും ബാക്കി വരുന്ന 2 വിൻഡോസ് ഇവിടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ മിറർ വെക്കുന്ന വർക്ക് കൂടെ മാത്രമാണ് അവിടെ ചെയ്യാനായിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരുടെ ഒരു ചോയ്സ് ആണ് റൂഫുകളിൽ നിന്നും വലിച്ചു വാരി ഒരുപാട് വർക്കുകൾ ഇടാത്ത വീട് വേണമെന്നുള്ളത്, പ്രത്യേകിച്ച് ബെഡ്റൂമുകളൊക്കെ. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഓപ്ഷനാണ്. ആവശ്യത്തിന് മാത്രമുള്ള 2 സ്പോട്ട് ലൈറ്റുകളാണ് ഇവിടുത്തെ റൂഫിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനകത്ത് നല്ല രീതിയിൽ എയർ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വോളിലൊക്കെ നോക്കുവാണെങ്കിലും വൈറ്റും ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട്. ഫ്ലോറിൽ വന്നിട്ട് ബ്ലാക്ക് കളറുമാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തൊക്കെ നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെയാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നമ്മൾ താഴെയുള്ള എല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്കിനി സ്റ്റെപ്പ് കയറിയിട്ട് നേരെ മുകളിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് താഴെ തുടങ്ങി നമുക്ക് ഒരുപാട് പെർഗോള മോഡലിലുള്ള ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ ഏറ്റവും താഴെ നമുക്ക് കുറച്ച് ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. നേരെ മുകളിൽ വരുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്ന 2 വോളിലും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പണിംഗ് ചെയ്തിട്ട് അവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. കടന്നു വന്ന വഴിയുടെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു ഹാളിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയുടെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് എങ്കിൽ പോലും ഭംഗിയായിട്ട് കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴേക്കൊക്കെ നമുക്ക് LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിലും നമുക്ക് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV യൂണിറ്റ് ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന വോളിൽ അതിനുള്ള ഫെസിലിറ്റികളെല്ലാം തന്നെ അവൈലബിൾ ആണ്.
നേരെ കയറി വന്ന് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നേരെ നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് വന്നിട്ട് ഇതുപോലുള്ള സ്റ്റെപ്പാണ്. ഇത് നമ്മൾ കടന്ന് നേരെ മുകളിൽ ചെല്ലുമ്പോൾ ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ ഒരു വലിയ വർക്ക് ഏരിയ നമ്മൾ കണ്ടിരുന്നു. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് അവിടെയാണ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 13-11 ഫീറ്റിൽ ചെയ്തിരിക്കുന്ന വലിയൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ 2 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് ഒക്കെ വന്നിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു സൈഡിൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാതെ അകത്തേക്ക് തള്ളിപ്പടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ 13-11 സൈസിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ ഫുൾ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് മൾട്ടിവുഡിൽ ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത് ഒതുങ്ങിയ ഒരു സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ടൈലുകളെല്ലാം വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളൊക്കെ ആവശ്യത്തിന് സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. തീരെ കൺജസ്റ്റഡ് ആയിട്ടല്ല ഒരു ബാത്റൂമും വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു പാസേജ് പോലെ വരുന്നുണ്ട്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെ, അതേ വലുപ്പത്തിൽ തന്നെയാണ് 13-11 ഫീറ്റിലാണ് ഈ ബെഡ്റൂമും വരുന്നത്. ഇതിന്റെയും വാർഡ്രോബ് ഈ ഒരു ഭാഗത്ത് അകത്തേക്ക് തള്ളിയാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിന്റെ സ്പേസിനെ ഒട്ടും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഫുൾ സൈസ് റൂം അങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ഈ ഭാഗത്തും കൂടെ 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ 2 സ്പോട്ട് ലൈറ്റുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ഫ്ലോറുകളെല്ലാം സെയിം കളർ തന്നെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഈ ബാത്റൂം അത്യാവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു പാസേജ് പോലുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വീണ്ടും എത്തുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നല്ല വലിയൊരു ബാൽക്കണിയാണ്, അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ജിയോ പൈപ്പിന്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ ആ ഹാൻഡിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ഫിനിഷോട് കൂടിയിട്ടാണ് ഹാൻഡിൽസ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് ജിയോ പൈപ്പിന്റെ ട്യൂബുകളൊക്കെ കൊടുത്ത് വളരെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ചെറിയ സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു, മെയിനായിട്ട് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമാണ് നമുക്ക് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഇതിന് ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്കൂളുകളൊക്കെ നോക്കുവാണെങ്കിൽ 2-3 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഒരുപാട് നല്ല CBSE സ്കൂളുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഷോപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻ റോഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ജംഗ്ഷനാണ്. ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം അതും അവൈലബിൾ ആണ്. ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് വളരെ കുറഞ്ഞ ബഡ്ജറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് കിണറുണ്ട്. ഭംഗിയായി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഭംഗിയുള്ള ഈ വീട് നിങ്ങൾക്കൊന്ന് നേരിട്ട് കാണാനും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഈ വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് സമീപിക്കേണ്ടത്. പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലീഗൽ സപ്പോർട്ട് എല്ലാം തന്നെ ചെയ്തു തരുന്നതാണ്. മാർബിൾ ഹോംസിലൂടെ നമ്മൾ തരുന്ന വിവരങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഓണർ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടേതായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളോ ഒന്നും നമ്മൾ പറയുന്നില്ല. വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഓണറുമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ച് വീടിന്റെ നെഗോസിയേഷൻ കാര്യങ്ങളെല്ലാം ഓണറുമായിട്ട് തന്നെയാണ് നേരിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ തരുന്ന വിവരങ്ങളെല്ലാം 100% സത്യസന്ധമായ വിവരങ്ങളാണ് ചാനലിലൂടെ തരുന്നത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.